ഓരോ പ്രഭാതങ്ങളും നമുക്ക് സുന്ദരമാണല്ലേ. അപ്പോൾ ഓരോ പ്രഭാതത്തിലെയും പ്രഭാത ഭക്ഷണവും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതിൻ്റെ കൂടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളുണ്ടെങ്കിലോ. അപ്പോൾ അതാ രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പം ഞാൻ നേരത്തെ തന്നെ മുട്ടയൊക്കെ പുഴുങ്ങി റെഡിയാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി നമ്മുടെ കറിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി തുടങ്ങിയത്. കടുക് പൊട്ടിക്കുക, എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും. എണ്ണയോ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാം കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പിലേക്ക് ഇടുമ്പോഴത്തേനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ താളിച്ച ആ കൂട്ടിലേക്ക് ഇട്ടിട്ടാണ് ബാക്കിയുള്ള മസാലകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ കറി ഒരു ഇച്ചിരി സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. അങ്ങനെ ദാ വേപ്പിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 3-4 വറ്റൽ മുളക് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പതിയെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം വറ്റൽ മുളക് ഇട്ട് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അടുത്തതായിട്ട് അതിലേക്ക് നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക. ഒരു 2 പച്ചമുളക്, കാരണം നമ്മൾ വേറെ മുളക് പൊടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളകാണ് ഇടുന്നത്. പച്ചമുളക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയ ശേഷം നമ്മുടെ പാകത്തിന് ഈ ഒരു കളറായി വരുമ്പോഴത്തേനും സവാളയുടെ ഈ കൂട്ടിലേക്ക് ഒരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും സംഗതികൾ ഇട്ട് കൊടുക്കുക. മുളക് പൊടി നമ്മൾ ഇടുന്നേ ഇല്ല കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണവും പച്ചക്കുത്തലൊക്കെ മാറുന്നവരേക്കും ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം ഒരു കുഞ്ഞു സ്പൂണിൽ ഒരു 2-3 തുള്ളി മതി കുറച്ച് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പോ സാധാരണ ടൊമാറ്റോ സോസോ ഒഴിച്ചു കൊടുക്കുക. തക്കാളി വേണമെങ്കിൽ അരിഞ്ഞിടാം, പക്ഷെ ഭയങ്കര പുളിയായി പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൊമാറ്റോ കെച്ചപ്പോ ടൊമാറ്റോ സോസോ കുറച്ചിട്ട് കൊടുക്കുക. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ മുട്ടയുണ്ടല്ലോ, അപ്പോൾ ആ മുട്ട എടുത്തിട്ട് അതിൽ പതിയെ ഒന്ന് നമ്മൾ വരയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ടിങ്ങനെ ഒന്ന് പോറി കൊടുക്കണം. അതിൻ്റെ മസാല ഒന്ന് ഇതിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ മസാലയിലേക്ക് ഈ മുട്ട ഇട്ട ശേഷം കയ്യിൽ കൊണ്ട് നന്നായിട്ട് ആ മസാലയൊക്കെ അതിൽ പിടിക്കുന്നൊക്കെ രീതിയിൽ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മുട്ടയൊന്ന് മഞ്ഞളും മുളകും ഒക്കെ പുരട്ടിയിട്ട് മൊരിച്ചെടുക്കാം. ഇങ്ങനെ ആവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം വേണം ചെയ്യാൻ. അതിനുശേഷം നമ്മൾ നല്ല കട്ടിയുള്ള 1-ാം പാല് ഒഴിച്ചു കൊടുക്കുക. നല്ല ചാറോട് കൂടിയ മുട്ടക്കറി ഇതാ റെഡി ആയിട്ടുണ്ട്. മല്ലിയില വേണമെങ്കിൽ നമുക്കൊന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മല്ലിയില കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയും കൂടി ഇടുമ്പോഴത്തേനും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ചാറോട് കൂടിയ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതായിരിക്കും. വീഡിയോ കണ്ടതിനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.